ഇന്നലെ രാത്രി മീൻകറി തിളക്കലും ഗ്യാസ് തീരലും ഒരുമിച്ചായിരുന്നു. ഗ്യാസ് തീർന്നപ്പോഴാണ് ബുക്ക് ചെയ്യാൻ മറന്നുപോയ കാര്യം തന്നെ ഞാൻ ഇന്നലെ ഒരു ആവേശത്തിന് ഞാൻ അനിയേട്ടനോട് പിട്ടുപൊടി വാങ്ങാനും പറഞ്ഞു. അനിയേട്ടനാണെങ്കിൽ പിട്ടുപൊടി കൊണ്ടുവരും ചെയ്തു. എന്റെ പിട്ടും കുറ്റിയാണെങ്കിൽ അടുപ്പിലൊന്നും വെക്കാനും ഭാഗ്യത്തിന് ഇന്നലെ രാത്രിക്കാണ് ഞാൻ കുറുവരിന്റെ ചോറ് വെച്ചത്. രാവിലെ അതിക്കൂട്ടന് കൊണ്ടുപോകാൻ മാത്രം കുറച്ചെടുത്തിട്ട് വേഗം ഒന്ന് തിളപ്പിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു ആവിപാത്രത്തിൽ വാഴയില വെച്ചിട്ട് പിട്ടുപൊടി നനച്ച് തേങ്ങയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ആവി കയറ്റി എടുക്കും. അതിക്കൂട്ടം പറഞ്ഞ പോലെ ഏതായാലും പിട്ട് പൊടിച്ചിട്ടല്ലേ കഴിക്കുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് അങ്ങനെ ബുക്ക് ചെയ്താല് 2-3 ദിവസം കഴിയാണ്ട് എന്തായാലും സിലിണ്ടർ ചായ തൊട്ട് എല്ലാം വിറകടുപ്പേ ശരണം. ഇനി നമുക്കൊരു വിറകടുപ്പ് ചലഞ്ച് തന്നെ നടത്തും. ഇതുപോലെ ഇടക്കിടക്ക് എനിക്ക് പണി കിട്ടുന്നതുകൊണ്ട് ഇതൊന്നും എനിക്ക് വലിയ പുത്തരിയല്ല. പിന്നെ വിറകടുപ്പിൽ വെക്കുന്ന കറിക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പണി പെട്ടെന്ന് തീരും ചെയ്യും. വീട്ടിന് ആവി കയറ്റാൻ അതിന്റെ വെള്ളം തിളച്ചാടും. ഞാൻ അതിന് കുറച്ച് കോരിയിട്ട് സോയാബീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിക്കൂട്ടന് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി ചെന്ന് സോയാബീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുക. ഇതുവരെയായിട്ടും പുട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടല്ല. നമ്മൾ നേരത്തെ പറിച്ചോളുന്ന വാഴയിലയില്ലേ, അതേതായാലും ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്യാസ് തീർന്ന സമയത്ത് ഞാൻ ഗ്ലാസ് പൊട്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോ ഇന്ന് നമ്മ ആ ഗ്ലാസ് പൊട്ട് വീണ്ടും ഉണ്ടാക്കാൻ പോവേന്ന്. ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അടിയിൽ കുറച്ച് തേങ്ങ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ നനച്ച പിട്ടുപൊടിന്റെ മാവ് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് ഒന്ന് അമർത്തിയതിനു ശേഷം നമ്മളെ ഇലയിലേക്ക് വെച്ചു കൊടുത്ത് നല്ല ഗ്ലാസ് പുട്ട് കണ്ടില്ലേ, നല്ല ഷേപ്പില്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുത്തു. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. അങ്ങനെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ട്ടാ.